ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ വിഡോസ് ബേ എന്ന പുതിയ സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വിഡോസ് ബേ എന്ന സീരീസ് ആപ്പിൾ ടി വിയിലാണുള്ളത്. ആപ്പിൾ ടി വി എനിക്കില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണ്, ആമസോൺ വഴി റെൻറ്റ് ചെയ്ത് ആപ്പിൾ ടി വിയിൽ ഈ സംഭവം ഇന്ന് കണ്ടു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെല്ലാം വിട്. ബട്ട് സ്റ്റിൽ വിഡോസ് ബേ എന്ന സീരീസിൻ്റെ റിവ്യൂ, ഇതൊരു 10 എപ്പിസോഡുള്ള ഒരു ഡ്രാമ ഹോറർ, അതാണ് ഈ സംഭവം. ഇത് വളരെ എൻഗേജിങ്ങും എൻ്റർടൈനിങ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഒന്ന് കണ്ടു കളയാന്ന് വെച്ച് ഒന്ന് കണ്ടു നോക്കിയതാണ്. ആൻഡ് മൈ ഗോഡ് ലൈക്ക് 10 എപ്പിസോഡ് ഉണ്ട്. 5 എപ്പിസോഡ് ഐ എം ഇൻ. 5 എപ്പിസോഡ് ഞാൻ കണ്ടു തീർത്തു. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ഇതിൻ്റെ ഡ്രാമ, ഇതിൻ്റെ ഹോറർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുമ്മാ ജബ് സ്കെയർ ആ പരിപാടിയല്ല, ലെജിറ്റ് ഹൊറർ എന്ന് വെച്ചാൽ ശരിക്കും ആ സ്റ്റോറി കാണിച്ച് പേടിപ്പിക്കുക. ആ ഒരു ഇൻസിഡൻറ്റ് കാണിച്ച് ആ ഒരു സ്റ്റോറി ലൈൻ പയ്യെ, അതുകൊണ്ട് പറഞ്ഞല്ല, പയ്യെ ഇങ്ങനെ കാണിച്ച് ശരിക്കും ത്രില്ല് ചെയ്ത് പേടിപ്പിക്കുക. അതാണ് ഈ സംഭവത്തിൻ്റെ മെയിൻ സാധനം. ആൻഡ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ, ഒരു ടൗൺ ഉണ്ട്, അതിൻ്റെ പേരാണ് വിഡോസ് ബേ. വിഡോസ് ബേ എന്നാണ് ആ ടൗണിൻ്റെ പേര്. ഈ ടൗണിൽ സൂപ്പർസ്റ്റിഷ്യൻസും അന്ധവിശ്വാസവും അവരുണ്ട്, ഓടിയൻ, മാടൻ, ചാത്തൻ, അങ്ങനെ യക്ഷി, അങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങളുള്ള ഒരു നാടാണ് ഈ വിഡോസ് ബേ. അപ്പൊ നമ്മുടെ മെയിൻ നടൻ ഈ വിഡോസ് ബേയിലെ മേയറാണ് നമ്മുടെ മെയിൻ നടൻ. ഈ മേയർ ഈ സൂപ്പർസ്റ്റിഷനും ഈ അലങ്കോലും എല്ലാം കാരണം ഈ നാടൊന്നും മര്യാദക്ക് ഭരിക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക്. അപ്പൊ പുള്ളി ചെയ്യുന്ന വെച്ചാൽ ഈ വരുന്ന ടൂറിസ്റ്റ്, അതാണ് ആകർഷണം. ടൂറിസ്റ്റുകാർ വന്നാലേ ടൗണിൽ കാശ് മുടക്കിയാലേ ടൗണിന് വളർച്ച ഉണ്ടാവുള്ളൂ. അങ്ങനെ ടൂറിസ്റ്റുകാർ വഴി വളർത്താൻ നോക്കാൻ കഷ്ടപ്പെടുന്ന ഈ മേയർ ഈ സൂപ്പർസ്റ്റിഷനും ഇതൊക്കെ വരുമ്പോൾ നൈസായിട്ട് പുള്ളി പോയിട്ട് അത് അന്ന് കണ്ടില്ലെന്ന് വെക്കും. ബട്ട് ആക്ച്വലി പുള്ളിക്കും ഇതിൽ വിശ്വാസമൊന്നുമില്ല. ഇങ്ങനത്തെ കുറെ മണ്ടത്തരം പറയുന്ന കുറെ ഫിഷർമാനും ഇതുവരെയൊക്കെ പറയും ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മണ്ടത്തരം ഇത്രയും കാലം 2026 ജനിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും, 2026 നമ്മളിപ്പോ, എന്നിട്ട് നിങ്ങളെയൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്ന രീതിയിൽ പുള്ളി നൈസായിട്ട് ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്യും. എന്നിട്ട് ഇതിനൊക്കെ പുള്ളിക്ക് ഒരു വലിയ വില കൊടുക്കേണ്ടി വരും, നല്ല വലിയ വില. എന്നിട്ട് ഓരോ എപ്പിസോഡിലും വാട്ട് എ ത്രില്ലിങ്, ലൈക്ക് ത്രില്ല് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ന് പറഞ്ഞ പോലെ ഇത് ശരിക്കും മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് സീരീസ് ആയിട്ട് കൂടി എനിക്ക് ഈ സീരീസ് നന്നായിട്ട് മനസ്സിലായി. ഓരോ എപ്പിസോഡിലും ഓരോ ഡയലോഗും നല്ല ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി. ഇത് വളരെ ചുരുക്കം സീരീസിനും സിനിമക്കും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോഴൊക്കെ അവർ പറയണൊന്നും മനസ്സിലാകാറില്ല, എന്തൊക്കെയോ പറയണ കുറേ ടൈറ്റ് വേർഡൊക്കെ യൂസ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല ഇതിൽ. നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിൾ വേർഡിൽ കഥ അങ്ങാട് പറഞ്ഞുതരും. ഡയലോഗ്സ് എല്ലാം വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. ഹോറർ സംഭവം കൊള്ളാം, ആക്ടിങ് കൊള്ളാം, മ്യൂസിക് കൊള്ളാം. മ്യൂസിക് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ലൈക്ക് ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് മ്യൂസിക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു 5ാമത്തെ എപ്പിസോഡിലെ മ്യൂസിക്, അപ്പം ഡാൻസ് കളിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു സീരീസ് ഈസ് റിയലി ഗുഡ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ഓഫ് ദിസ് ഇയർ ബൈ ഫാർ. വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ്. ഇതിൽ ഡ്രാമയുണ്ട്, ഹൊററുണ്ട്, കോമഡി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ബട്ട് ഈ ഒരു സീരീസിലെ ഒരു സ്റ്റോറി നരേറ്റീവ് അത് ഇത്ര ടൈറ്റായിട്ട്, ഇത്ര എൻഗേജിങ് ആയിട്ട്, ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്രയും ദൂരം കൊണ്ടുപോകാൻ പറ്റി. ലൈക്ക് 5 എപ്പിസോഡൊക്കെ ചുമ്മാ ഷൂ എന്ന് പറഞ്ഞു പോയി. പകുതി എപ്പിസോഡ്, ലൈക്ക് 10 എപ്പിസോഡ് ടോട്ടൽ ഉണ്ട്.